ഇതിനകത്ത് ഈ പ്രശ്നത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ വരേണ്ടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നേരത്തെ തന്നെ ഒരു യുവതിയെ പീഡിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി വന്നു. ആ പരാതി വന്നതിന് ശേഷം കോൺഗ്രസ് ആ സന്ദർഭത്തിൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ട ആളാണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. പരാതി വന്നതിനെ തുടർന്ന് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാടെടുത്തു. വീണ്ടും പരാതികൾ ഉയർന്നു വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി. ഇതേ പ്രശ്നങ്ങൾ, സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പരാതി തുടർച്ചയായിട്ട് ഉയർന്നു വരികയാണ്. അപ്പം പരാതികൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവസാനം നിക്കക്കള്ളിയില്ലാതെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി സ്വീകരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമായ എല്ലാ സംരക്ഷണ കവചവും ഒരുക്കിയിട്ടുള്ളത് കോൺഗ്രസാണ്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം MLA ആവുന്നത്. കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി കഴിഞ്ഞാൽ എന്താ സാധാരണ നിലയിൽ കോൺഗ്രസ് ചെയ്യേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ MLA സ്ഥാനം ഒഴിവാക്കുന്നതിന് വേണ്ടി, MLA സ്ഥാനം രാജിവെക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടണം. നിങ്ങളെ ശ്രദ്ധയിലുണ്ടല്ലോ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഭാഗമായി MLA ആയ രാഹുൽ മാങ്കൂട്ടത്തെ MLA സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടണം. അദ്ദേഹത്തിന്റെ രാജി കോൺഗ്രസ് ആവശ്യപ്പെടണം. ഇതുവരെ അത്തരമൊരു പ്രശ്നം കോൺഗ്രസ് ഉയർത്തിയിട്ടില്ലല്ലോ. അപ്പൊ കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ വലിയ തോതിൽ പ്രശംസിക്കുന്ന ഒരു നടപടിയാണ്, പ്രശംസിക്കേണ്ടുന്ന നടപടിയാണ്. ആരും അറിയാതെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത്. പാലക്കാട്ടുള്ള ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പോലീസ് വളരെ ആസൂത്രിതമായി അവർ നീങ്ങിയതിന്റെ ഫലമായി വളരെ രഹസ്യമായി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുകയാണ്. വീണ്ടും പരാതിയുടെ അടിസ്ഥാനം ഇപ്പോൾ 2 കേസിൽ രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട്. 3ാമത്തെ കേസാണിത്. ഈ കേസിനകത്ത് പോലീസ് വളരെ സമർത്ഥമായ അന്വേഷണം നടത്തി ഈ പ്രതിയെ പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസിനെ പ്രശംസിക്കണ്ടേ? എന്താ ഈ കാര്യത്തിലുള്ള കോൺഗ്രസിന്റെ നിലപാട്? കോൺഗ്രസിന്റെ നിലപാട് അവർ വ്യക്തമാക്കണം. കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ ഒഴിവാക്കി പുറത്താക്കി ഇനി കോൺഗ്രസിന് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA പദവി നിലനിൽക്കുന്നത്. ഇയാളെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം MLA എന്നുള്ള നിലയിൽ നിയമസഭയ്ക്കകത്ത് പങ്കെടുത്തല്ലോ. ഒരു സാധാരണ നിലയിൽ സാധിക്കുന്ന ഒരു കാര്യമാണോ? അങ്ങനെ പങ്കെടുത്ത സന്ദർഭങ്ങളിലും ആവശ്യമായ സംരക്ഷണം ഒരുക്കിയത് കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ വികൃത മുഖമാണ് ഈ കേസിന്റെ ഭാഗമായിട്ടും പ്രകടമായി വരുന്നത്. കോൺഗ്രസിന് ഇതിൽ നിന്നുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് രാജിവെപ്പിക്കണം കോൺഗ്രസ്. അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറയേണ്ട കാര്യമാണോ? വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അവരുടെ പാർട്ടി ഈ നിലപാട് വ്യക്തമാക്കില്ലേ? അപ്പൊ ഇത്തരം ഒരു പ്രശ്നത്തിൽ കോൺഗ്രസിന്റെ സമീപനത്തിൽ അങ്ങേയറ്റത്തെ സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ നടപടികളിലൂടെ സ്വീകരിക്കേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ള അതിക്രൂരമായ തെറ്റ്, ആ തെറ്റിന് എതിരായി ശക്തമായ നടപടി, സമൂഹത്തിന് എല്ലാ വിഭാഗങ്ങൾക്കും മാതൃകയാക്കാൻ കഴിയാവുന്ന നിലയിലുള്ള നടപടി ഈ കാര്യത്തിൽ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് സംവിധാനം, കോടതി ഇതെല്ലാം ഉപയോഗപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ തെറ്റിനെതിരായിട്ടുള്ള നടപടി ശക്തമായി സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വളരെ ആസൂത്രിതമായ നിലയിൽ അറസ്റ്റ് ചെയ്ത പോലീസ് സംവിധാനത്തെ വളരെ ഈ നാടിന് തന്നെ അഭിമാനമുള്ള കാര്യമാണ്.
അതിന് തയ്യാറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. 2 തവണയും പരാതി വന്ന സമയത്ത് നിയമ സംവിധാനങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിലൊക്കെ കോൺഗ്രസിന്റെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നല്ലോ. സംരക്ഷണം ഉണ്ട് തന്നെയാണല്ലോ നമുക്ക് കണക്കാക്കേണ്ടത്. 2 തവണ യഥാർത്ഥത്തിൽ ആദ്യത്തെ തവണ ഈ പ്രശ്നമുണ്ടായാൽ തന്നെ ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്ന എത്രത്തോളം ശരിയാണെന്നറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ അദ്ദേഹത്തിനെതിരായ പരാതി വന്നിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കോൺഗ്രസ് തന്നെയാണ് പറയേണ്ടത്. കോൺഗ്രസിന്റെ പരാതി വന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ ആരെങ്കിലും അല്ല പറയേണ്ടത്, അത് കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ പുറത്ത് ഇങ്ങനെയുള്ള ചില വിവരങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ 2 തവണയും ഇത്തരം പ്രശ്നങ്ങൾ പരാതികൾ വന്ന സമയത്ത് കോൺഗ്രസ് ഉറച്ച നിലപാടിപ്പം ഇദ്ദേഹത്തിന് ഒളിവിൽ കഴിയാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ കോൺഗ്രസ് അല്ലേ? അല്ലെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ പോയിട്ട് നിൽക്കാൻ കഴിയുമോ? അപ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും കോൺഗ്രസിന്റെ സംരക്ഷണം ഉണ്ടായിട്ടുണ്ട്. പുറത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ മറ്റൊരു ചിത്രം കോൺഗ്രസ് അവതരിപ്പിക്കാം. ഈ തെറ്റിനെതിരാണെന്നും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കുന്നതെന്നെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ അവർ ഈ രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി എന്നുള്ള പരാമർശം ഉണ്ടാകാൻ പാടില്ലേ? അതങ്ങനെ അബദ്ധത്തിൽ വന്നു പോയതാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒരാളോട് രാജിവെക്കാൻ എങ്ങനെ ആവശ്യപ്പെടുമെന്നാണ് കോൺഗ്രസ്. അതിലെന്താ അടിസ്ഥാനം? അതിലെന്താ അടിസ്ഥാനം? അത് തന്നെയാണ് പറഞ്ഞത്. അതിൽ അവർക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തെ സഹായിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണത്. ഇല്ലെങ്കിൽ ഒരാൾ ഇപ്പൊ CPM-ന്റെ ഒരാൾ പുറത്താക്കി ചെയ്യും, അയാൾ MLA ആണെങ്കിൽ MLA സ്ഥാനം തുടരുമോ? തുടരാൻ അനുവദിക്കില്ല, തുടരാൻ കഴിയില്ല. അത് തന്നെയാണുള്ളത്. ഇന്നലെ തന്നെ രാഹുൽ പാലക്കാട് ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടുത്തെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളെല്ലാം രാഹുലിനോടൊപ്പം ഉണ്ടല്ലോ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാ പ്രവർത്തനങ്ങളിലും കോൺഗ്രസിന്റെ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമുണ്ട്. അത് തുടരുകയാണ് ചെയ്യുന്നത്. അക്കൂട്ടത്തിലാണിപ്പം. അതാണ് വളരെ സ്വകാര്യമായ നീക്കത്തിലൂടെ പോലീസ് വളരെ തന്ത്രപരമായി നീങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് മറ്റ് നടപടികളിലേക്ക് പോയത്. അതുകൊണ്ട് ഈ നിലപാട് വ്യക്തമാക്കുന്നത് ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ, ഏത് മേഖലയിലായാലും ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ കേരളത്തിലെ പോലീസ് അനുവദിക്കില്ല, കേരളത്തിലെ ഗവൺമെന്റ് അനുവദിക്കില്ല എന്നുള്ള നിലപാടിന്റെ വ്യക്തതയാണ് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സമാനമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ നേരത്തെ മുൻ MLA-മാരൊന്നും രാജിവെച്ചില്ലല്ലോ എന്നും. ഈ സമാനമായ ഏത് ആരോപണം വന്നത്? മുകേഷിനെ ഞാൻ ചോദിക്കട്ടെ, മുകേഷ് സമാനമായ ആരോപണമാണോ? മുകേഷ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സ്ത്രീ ഒരു പരാതി, അതിലപ്പുറത്തെന്താ അതിനകത്തുള്ളത്? അല്ല, ഞാൻ പറയുന്നത് നിങ്ങളെങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്ന പരാതി എങ്ങനെയാണ്? ഒരു സ്ത്രീയെ നിർബന്ധിപ്പിച്ച് ഗർഭം ധരിപ്പിച്ചു. ആ ഗർഭം ധരിപ്പിച്ച സ്ത്രീയോട് പിന്നെ ഇത് അബോർട്ടാക്കണമെന്ന് പറയാം. അപ്പൊ ഇതെല്ലാം ഒരുപോലെയാണോ? ഒരു സ്ത്രീയെ ഇത്രയധികം പീഡിപ്പിച്ച സംഭവം ഉണ്ടായിട്ട് ആ സ്ത്രീ അനുഭവിച്ച മാനസിക പീഡനം ചെറുതാണോ? എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വം എന്താണ് ഈ സ്ത്രീയുടെ പരാതി, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാടിനെ സംബന്ധിച്ച് സ്ത്രീയോട് അന്വേഷിച്ചോ? സ്ത്രീത്വത്തെ മാനിക്കുന്നുണ്ടെങ്കിൽ, സ്ത്രീകളോട് ആദരവോടുകൂടി പെരുമാറുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്താണ് സംഭവിച്ചതെന്നുള്ളത് കോൺഗ്രസ് ആ സ്ത്രീയോട് അന്വേഷിക്കണം. അന്വേഷിക്കാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് സഹായകരമായ എല്ലാ പിന്തുണയും അവർ നൽകി. അതാണ് കോൺഗ്രസ് ചെയ്തത്. അതാണ് കോൺഗ്രസിന്റെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം വിമർശന വിധേയമാകുന്നത്. അതില്ലാതാക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് മുകേഷിന്റെ കാര്യം ചെറുതായി കാണാൻ പറ്റില്ലല്ലോ. ഒരു വിഷയം കൂടെ, അസംബ്ലി ഇലക്ഷനിലേക്ക് പോകണം. അപ്പം LDF-ന്റെ പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ വിമർശനങ്ങളിൽ മുഖ്യമായി നിൽക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയെ ബന്ധപ്പെട്ട പ്രശ്നമാണോ? ചർച്ചകളിൽ അതാണ് കാര്യമായിട്ട് കാണുന്നത്. ജമാഅത്തെ ഇസ്ലാമി അത്ര വലിയ പ്രശ്നമൊന്നുമല്ല കേരളത്തിൽ. ജമാഅത്തെ ഇസ്ലാമി വളരെ അപകടകരമായ രാഷ്ട്രീയ നിലപാട് ഉയർത്തുന്നുണ്ട്. ആ നിലപാടിനെയാണ് വിമർശിക്കുന്നത്. ആ രാഷ്ട്രീയ മൗദൂദി മുമ്പോട്ട് വെച്ച സമീപനം മതരാഷ്ട്രവാദമാണ്. ഈ മതരാഷ്ട്രവാദം എന്ന നിലപാടിൽ നിന്ന് ജമാഅത്ത് മാറിയിട്ടില്ല. ജമാഅത്തിന്റെ അത്തരം നിലപാടുകൾ വിമർശന വിധേയമാണ്. അതുകൊണ്ട് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല. ജമാഅത്ത് പറഞ്ഞാൽ ജമാഅത്തിനെ പറ്റി വിമർശിച്ചു കഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമാണ് എന്നുള്ള തെറ്റായ വ്യാഖ്യാനം നടക്കുന്നുണ്ട്. അത് ശരിയല്ല. അങ്ങനെ ഒരു സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM-നോ ഇല്ല. നേരത്തെ മുതൽ തന്നെ എതിർത്ത് വരുന്ന വർഷങ്ങളായി CPM എതിർക്കുന്നുണ്ട്. എന്തായാലും അതൊരു പടി കടന്ന് ഇപ്പോൾ അത്
LDF അധികാരത്തിലെത്തിയാൽ ആഭ്യന്തരം അവർ കൈകാര്യം അങ്ങനെ ഒരു കാഴ്ചപ്പാട് അത് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM-നോ ഇല്ല എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം UDF ഒരു കാരണവശാലും അധികാരത്തിൽ വരുന്ന പ്രശ്നമില്ല. അധികാരത്തിൽ വരാത്തൊരു പാർട്ടിക്ക് എങ്ങനെ ഇവരെ ആഭ്യന്തരമന്ത്രിയാക്കാൻ കഴിയുക? AK ബാലന് തെറ്റുപറ്റിയെന്നല്ല ഞാൻ പറഞ്ഞത്. AK ബാലൻ UDF-നും ജമായത്തുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണമാണത്. അങ്ങനെ ഒരു നിരീക്ഷണം നടത്താൻ ഒരു വ്യക്തിക്ക് അവകാശമില്ലേ? അങ്ങനെ അതിനെടുക്കേണ്ടതുള്ളൂ. അത് സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ നിലപാട്, CPM-ന്റെ നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രക്കാരുടെ മുമ്പിൽ വ്യക്തത വരുത്തി സംസാരിച്ചിട്ടുണ്ട്. ഇനി ഈ മാറാടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ സങ്കീർണമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ സമയത്ത് എടുത്തുകൊണ്ടുവരേണ്ട ഒരു വിഷയമല്ലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അല്ല, തെരഞ്ഞെടുപ്പിൽ ഇല്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു നിലപാട് ഉന്നയിച്ചിട്ടില്ല. അത് വരട്ടെ, ഇനി വരാൻ പോകുന്നില്ലല്ലോ. അതൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് ഒരു പദം പ്രയോഗിക്കുന്നതിൽ തെറ്റെന്താ? അതിന്റെ ഇല്ലല്ലോ, അങ്ങനെയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. CPIM അങ്ങനെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. ബാലന്റെ സ്വതന്ത്രമായ വീക്ഷണത്തിൽ ചില പ്രതികരണങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പ്രതികരണത്തിന് ഇടവരുത്തിയിട്ടുള്ള ചില സാഹചര്യങ്ങൾ കേരളത്തിന് മുമ്പുണ്ടായിട്ടുണ്ട്. അത് മാത്രമേ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ. ഒരു കാര്യം, ഈ SKSSF ഇന്നലെ പറഞ്ഞത് ഈ സമസ്ത പോലെയുള്ള സംഘടനകൾ എല്ലാ കാലവും ജമാഅത്ത് ഇസ്ലാമിയെ എതിർത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇപ്പോൾ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇത്തരം വിമർശനങ്ങളുടെ ഉണ്ടാകുന്നത്. അത് ഒഴിവാക്കണം. ആര് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ? അതായത് ഇവർ ജനസമൂഹത്തിൽ ഒരു വലിയ സ്വാധീനമുള്ള പ്രസ്ഥാനമൊന്നുമല്ല. അതാണ് യാഥാർത്ഥ്യം. എന്നാൽ അവരുടെ ആശയം വളരെ ഗൗരവമായി സമൂഹത്തെ ബാധിക്കുന്നതാണ്. അത്തരമൊരു ആശയങ്ങൾ അവർ ഉയർത്തുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുമായി സഹകരിച്ച് UDF-ന്റെ പക്ഷത്ത് ഉറപ്പിച്ചു. അത് സമൂഹത്തിനോ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവർക്കോ ഒരു കാരണവശാലും സഹായകരമാകുന്ന ഒരു നിലപാടല്ല. അതേ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തുള്ള ഒരു നിലപാടൊന്നും നമ്മൾ ഈ പ്രശ്നത്തിൽ എടുത്തിട്ടില്ല. ഏത് പ്രശ്നം? ആര്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജമാഅത്ത് തമ്മിൽ ഏതെങ്കിലും സമയത്ത് കരാറുണ്ടായിട്ടുണ്ടോ? മുന്നണിയിലുണ്ടായിട്ടുണ്ടോ? നിങ്ങളെ അറിവിലുണ്ടോ? എവിടെയുണ്ടെന്ന് ജമാഅത്ത് ഇസ്ലാമി എന്തെങ്കിലും നിലപാടെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPM-ഓ ഇവരുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു നിലപാടില്ല. ബാക്കി നമുക്ക് പിന്നെ കാണാം.